വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്തു കൂട്ടരുത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എതിരാണ്. ശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? നമ്മുടെ ശരീരം നമുക്കെതിരാണ്, നമ്മുടെ ആത്മാവിനെതിരാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം വിശ്രമിക്കണം, ഉറങ്ങണമെന്ന് പറയും. ആത്മാവ് നിസ്കരിക്കണം എന്ന് പറയും. നമ്മുടെ ശരീരം നോമ്പെടുക്കണം എന്ന് പറയും. നമ്മുടെ ആത്മാവ് നോമ്പ് വേണമെന്ന് പറയും. ശരീരം പറയും വിശക്കുമല്ലോ വേണ്ട, ദാഹിക്കുമല്ലോ വേണ്ട എന്ന്. നമ്മുടെ ആത്മാവ് പറയും ഖുർആൻ എടുത്തോത്, അള്ളാഹുവിന്റെ വചനം കേൾക്ക്. നമ്മുടെ നഫ്സ് പറയും വേണ്ട, പാട്ട് കേൾക്കാം, അത് കേൾക്കാം, ഇത് കേൾക്കാം. നിങ്ങളെങ്ങാനും നിങ്ങളുടെ ശരീരത്തിന്റെ വിളിക്കാണ് ഉത്തരം നൽകുന്നതെങ്കിൽ ഫയുദില്ലക അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ ബഹുദൂരം കൊണ്ടുപോവുകയും നരകത്തിലേക്കുള്ള വഴിയാണ് നിങ്ങളുടെ ശരീരം വരുത്തിവെക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് ചാടിപ്പോകലുകളും ഓടിപ്പോകലുകളും എത്രയാണ് നടന്നു കഴിഞ്ഞത്, എത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര രജിസ്ട്രേഡ് മാരേജുകൾ എത്ര പഞ്ചായത്തുകളിൽ, എവിടെയെല്ലാം കോടതി വരാന്തകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്തിനാണ് ഈ മോഹം? ആ മക്കൾക്കറിയാത്തത് കൊണ്ടല്ല, ഉമ്മയും ഉപ്പയും അവർക്ക് പ്രിയപ്പെട്ടവരാണ്. അവർക്കറിയാത്തത് കൊണ്ടല്ല. എനിക്ക് അനുജത്തിയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് തറവാടുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. അറിയാത്തത് കൊണ്ടല്ല. ആ കുട്ടി മദ്രസയിൽ പോവാത്തത് കൊണ്ടല്ല, ആ കുട്ടിക്ക് ദീൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ശരീരമാണ് അവളെ വഴക്കിയെടുത്തത്. ലൈംഗിക സുഖത്തിന്റെ പേരിലോ, തന്റെ കാമുകന്റെ സ്വറ പറയലിന്റെയോ അവന്റെ തമാശ പറയലിന്റെയോ പേരിൽ, അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ പറ്റുമെന്നതിന്റെ പേരിൽ, ഇതൊക്കെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ശരീരം ഒരൽപ്പം മുന്നോട്ട് പോയി അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ബോധം തെളിയും. വേണ്ടില്ലായിരുന്നു, ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്, ഞാൻ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത്. അപ്പോഴേക്കും പത്രങ്ങൾ മുഴുവനും വാർത്തയായി, വാട്സപ്പ് മുഴുവനും വാർത്തയായി, നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. ഒരു കുടുംബം അപമാനമായി. ആ പ്രിയപ്പെട്ട ഉമ്മയോട്, ഉപ്പയോട്, മോളെ നീ നിന്റെ ഉമ്മയുടെ കൂടെ വരുന്ന മോളെ, നിന്നെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് അമ്മിഞ്ഞ പാല് തന്ന് നിന്റെ കൈകാലുകൾക്ക് ശേഷിയുണ്ടാവാൻ ഭക്ഷണം തന്ന് നിനക്ക് രോഗമായപ്പോൾ കൂടെ ഉറക്കമിളച്ച് കിടന്ന നിന്റെ ഉമ്മയല്ലേ ഞാൻ. ഉമ്മായുടെ കൂടെ മോള് വാ, മോൾക്ക് അനുയോജ്യമായൊരു വിവാഹബന്ധം നല്ല ഇസ്സത്തിലും അന്തസ്സിലും വാപ്പ നടത്തിത്തരാം, മോള് വരുന്നോ എന്ന് കോടതി വരാന്തകളിൽ ചോദിക്കുമ്പോഴും ഉപ്പാ ഉമ്മ എന്ന് പോലും പറയാതെ നിങ്ങളോടുകൂടെ ഞാനില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ അവരവരുടെ ശരീരത്തിന്റെ അടിമയായി മാറിയതുകൊണ്ടാണത്. ശരീരത്തിനടിമയാകുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യില്ല. ശരീരത്തിനടിമയാകുമ്പോൾ ശരീരത്തിന്റെ സുഖത്തിനപ്പുറം 3 തുണി കഫംപുടയിൽ പൊതിഞ്ഞ് മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ള ശരീരമാണ് എന്റെ ശരീരമെന്ന ബോധം ആ നേരം വരില്ല. പ്രേമം തലക്കടിച്ചവർക്ക് വരില്ല. പ്രേമബദ്ധരായ ആളുകൾക്ക് എത്ര ഉപദേശിച്ചാലും മനസ്സിലാവില്ല. അവസാനം നമ്മുടെ ശരീരം കൊണ്ടെത്തി ആ ചാടിപ്പോകലും അല്ലാത്തതും വ്യഭിചാരവും കറങ്ങലും തിരിയലുമെല്ലാം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വഴിതെറ്റി വരുന്ന പോലെ തിരിച്ചു വന്ന് നടക്കുമ്പോഴാണ് ഞാൻ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത്, എന്തേ എനിക്ക് പറ്റിയത്, എന്നെ ആരോ പറ്റിച്ചതാണ്, എന്നെ അവള് പറ്റിച്ചു, എന്നെ ഇവൻ വഞ്ചിച്ചു. പറയല്ല മോളെ, പറയല്ല മോനെ. അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ ഓർത്ത് നാം സങ്കടപ്പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ വഴിക്ക് വരണം. ഈ ജീവിതം എല്ലാം സമ്മാനിക്കുന്ന ഒരു ജീവിതമല്ല. നിങ്ങൾക്ക് എല്ലാ സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ഈ ലോകത്തിന് കഴിയില്ല. ഈ ലോകം അതിന് പ്രാപ്തമല്ല. അതിന് കഴിയുന്ന ഒരു ലോകം സ്വർഗമാണ്. ജന്നാതു അദ്ൻ യദ്ഖുലൂനഹാ ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار جنات عدن يدخلونها
അള്ളാഹുവിന്റെ ജന്നത്തു അദ്നിലേക്കാണ് നിങ്ങൾക്ക് പോവാനുള്ളത്. പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തേക്ക് യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ അങ്ങോട്ട് കയറി ചെല്ലും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് നല്ലവരായ ഉമ്മയും ഉപ്പയും അവിടെയുണ്ടാകും. വഅസ്വാജിഹിം, അവരുടെ ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളോടൊപ്പം അവരുടെ ഭർത്താക്കന്മാരുണ്ട് നല്ലവരായവർ. വദുർരിയാതിഹിം, മക്കളിൽ കള്ളുകുടിയന്മാരായി പോവാത്ത, മയക്കുമരുന്നിനടിമകളായി പോവാത്ത നല്ല മക്കളും ഉമ്മവാപ്പമാരുടെ കൂടെയുണ്ട്. വൽമലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഓരോരോ വാതിലിലൂടെ കടന്നു വരികയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വരും. സ്വർഗത്തിലെ വീട്, ദുന്യാവിലെ വീട് ഒരാൾക്ക് അറിയുന്നതിനേക്കാളും സ്വർഗത്തിന്റെ വീട് ഒരാൾ അറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് ആരോടും വഴി ചോദിക്കേണ്ടതില്ലാത്ത വിധം സ്വർഗലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വീടുകൾ ഒരാളും വഴി പറഞ്ഞു തരാതെ നിങ്ങൾ അങ്ങോട്ട് നടന്നു ചെല്ലുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ വന്നിട്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും, വീട്ടുകാരെ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, നിങ്ങളെ ആരും ഇവിടെ നിന്ന് ആട്ടിയോടിക്കൂല, ഇത് നിങ്ങളുടെ നാടല്ല, ജന്മനാടെന്ന് പൊയ്ക്കോ എന്ന് പറയാൻ ഈ സ്വർഗലോകത്ത് ആരുമില്ല നിങ്ങളോടത് പറയാൻ. ഇത് സ്വർഗമാണ്, ഇത് റബ്ബിന്റെ സ്വർഗമാണ്, ഇവിടെ നിന്ന് ആരും നിങ്ങൾ ആട്ടിയോടിക്കില്ല. സലാം, ഇത് സമാധാനമുള്ള വീടാണ്, ഇത് ദാറുസ്സലാമാണ്. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ? കൂട്ടുകാര് മുഴുവനും കള്ളുകുടിക്കുകയും കൂട്ടുകാര് മുഴുവനും മദ്യപാനികളാവുകയും മയക്കുമരുന്നടിക്കുകയും ചെയ്തപ്പോ വേണോ ഒന്ന് തൊട്ടു നോക്കടോ, ഒന്ന് രുചിച്ചു നോക്കടോ, ഒരു അരക്കപ്പ് കുടിച്ചു നോക്ക്, ഫ്രീ ആണ്, എന്റെ വകയാണ്, നീ കാശ് തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ മദ്യം വിളമ്പിക്കൊടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ കണ്ണ് തുറിച്ചുപോയി. റബ്ബേ, കള്ളുകുടിയനല്ല എന്ന് വിചാരിച്ച എന്റെ സുഹൃത്തു പോലും കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞപ്പോൾ മദ്യപാനം തുടങ്ങുകയായി. ബാംഗ്ലൂരും മൈസൂരും ഊട്ടിയിലും നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ തന്നെ. പിന്നെയുണ്ടോ രാജ്യം വിട്ടാൽ? പടച്ചവനെ, ആ നേരം ഒന്ന് കുടിച്ചോടോ, ഇത് എന്റെ വകയാണ്, നിന്റെ കാശ്, നിന്റെ റൂം, നിന്റെ ഭക്ഷണം എന്റെ വകയാണ്, കുടിച്ചോ എന്ന് തന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ? വ്യഭിചരിക്കാൻ നിങ്ങളെ കൊണ്ടുപോയപ്പോ വിവാഹിതനായതിന്റെ മുമ്പ് തന്നെ യൗവനം നിങ്ങളിൽ തുളുമ്പി നിൽക്കുന്ന നേരം, ശരീരത്തിന് പല ചിന്തകൾ വരുന്ന നേരം, ആഭാസങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന നേരം, കാണാൻ ഭംഗിയുള്ള പെൺപിള്ളേരുടെ പിന്നാലെയൊക്കെ പൂവാലന്മാരോടി നടക്കുന്ന കാലം, വ്യഭിചാരത്തിന് ഒരു അവസരം നിന്റെ കൺമുമ്പിൽ വരികയും നിന്റെ കൂട്ടുകാരെല്ലാം നിർലജ്ജം ആ തെറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ വേണ്ട 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 വേണ്ട, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ ക്ഷമിച്ചവനായിരുന്നില്ലേ? സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചില്ലേ? അതിനല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ സ്വർഗം. ഫനിഅമ ഉഖ്ബദ്ദാർ. അതുകൊണ്ട് ആ ലോകത്ത് ഒരൽപ്പം ക്ഷമിച്ചതിന്റെ പേരിൽ എത്ര നല്ല വീട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ കൂടെ കുടിച്ചവർ, ആ തിന്മ ചെയ്തവർ നരകത്തിലതാ കിടക്കുന്നു. കണ്ടില്ലേ, അവർ ആർത്ത് വിളിക്കുന്നു, യാ മാലികു, മാലിക് എന്ന മലക്കേ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ? മാലിക് എന്ന മലക്കേ, ജലവും രക്തവും ഒലിക്കുകയാണ്. മാലിക് എന്ന മലക്കേ, ഞങ്ങൾ മരിക്കുന്നില്ലല്ലോ ഈ നരകത്തിൽ. മാലിക് എന്ന മലക്കേ, റബ്ബിനോട് പറയുമോ, യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും, ഒരു ഹോളിഡേ എന്ന് പറയുന്ന പോലെ ഒരു ദിവസമെങ്കിലും, ഒരു വീക്കെൻഡ് ആയിട്ടെങ്കിലും ഒരു ദിവസം നരകശിക്ഷയില്ലാതെ കാരുണ്യവാൻ ഞങ്ങളോട് കരുണ ചെയ്യുമോ? മാലിക് എന്ന മലക്കേ, നരകത്തെ കാക്കുന്ന മലക്കേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ? ആ ആർപ്പുവിളി 1000 കൊല്ലം കേട്ടതിന് ശേഷം, 1000 വർഷം കേട്ടതിന് ശേഷം മാലിക് എന്ന മലക്കിന്റെ മറുപടി വരുന്നു, അവലം നുഅമ്മിറുക്കും അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ.
ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സമയം നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലേ? അള്ളാന്റെ മറുപടി, താക്കീതുകാരായ ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, നിങ്ങൾക്ക് എന്റെ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അരുതാത്തത് വേണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത്? നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അടിച്ചു പൊളിച്ചു ജീവിച്ചു? അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്ക് പ്രയോഗം തന്നെ ഇസ്ലാമിക ദൃഷ്ട്യാ ഇച്ചിരി ഗൗരവമുള്ള പ്രയോഗമാണ്. നശിപ്പിക്കാൻ വന്ന ലോകമല്ല ഇത്. നശിപ്പിക്കാൻ വന്നതല്ല നമ്മുടെ സമയം, നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജന്മം, നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധി, നശിപ്പിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ വിശേഷ ബുദ്ധി. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ആയുഷ് തന്നില്ലായിരുന്നോ ദുനിയാവിൽ? അപ്പൊ അവര് മിണ്ടാതെ കിടക്കും. വീണ്ടും ആർപ്പുവിളിയാണ്. വേദന സഹിക്കാൻ പറ്റാതെ അല്ലാഹു അവർക്ക് തൊലി കരിയുമ്പോൾ പുതിയ തൊലി, സെക്കൻഡുകളെ കൊണ്ട് പുതിയ തൊലി ഇങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. കുല്ലമാ നദദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവിന്റെ അദാബ് അനുഭവിക്കാൻ വേണ്ടി പുതിയ പുതിയ തൊലി ഇങ്ങനെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയാണ്. മാലിക് എന്ന മലക്കേ, അള്ളാഹുവിനോടൊന്ന് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞേക്കുമോ? ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് വരാം, ഞങ്ങൾ നന്നാവാം. ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ പേടിപ്പിക്കുകയാണെന്ന്, ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ മണ്ടത്തരം പറയുകയാണെന്ന്. കാണാത്തൊരു ലോകത്തെക്കുറിച്ച് അല്ലാഹുവേ നിന്റെ ഖുർആൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിശ്വസിച്ചു പോയി. എന്നാൽ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞു. അല്ലാഹുവേ ഞങ്ങൾ കണ്ടു. റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, ദുന്യാവിലേക്ക് മടക്കി തരുമോ എന്ന ആ ഒരു ആർപ്പുവിളി 1000 കൊല്ലം കഴിയുന്നത് വരെ മറുപടി വരില്ല. 1000 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ മറുപടി വരുന്നു. അല്ലാഹുവിന്റെ മറുപടി, യഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ. നിന്ദ്യന്മാരായി കഴിഞ്ഞേക്കണം അവിടെ, എന്നോട് മിണ്ടിപ്പോവരുത്. അതല്ലാഹു പറഞ്ഞാൽ പിന്നെ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ ആർത്ത് വിളിക്കാൻ പോലും കഴിയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു എൻഡപ്പ്, അങ്ങനെ ഒരു കൾമിനേഷൻ നമ്മുടെ ജീവിതത്തിന് വരാതിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അങ്ങനെ ആവാതിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത്. നമുക്ക് പലതും ചെയ്യാൻ തോന്നും, അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പലതും പറയാൻ തോന്നും, നാവിനെ പിടിച്ചു വെക്കണ്ടേ? പലതും എഴുതിവിടാൻ തോന്നും, എഴുതിവിടാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയുണ്ട്, ആരെന്ത് എഴുതിവിട്ടാലും വായിക്കാൻ ആളുണ്ട്. പക്ഷെ നമുക്ക് എഴുതേണ്ടതല്ലേ എഴുതാൻ പറ്റൂ, പറയേണ്ടതല്ലേ പറയാൻ പറ്റൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ലോകമാണോ നമ്മുടേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ പോലും അവിശ്വസിച്ച അബൂജഹൽ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഈ റസൂൽ നുണ പറയുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അബൂജഹൽ പറഞ്ഞു, ഇല്ല ഇല്ല, നുണ പറയുന്ന ആളല്ല. ഇന്നി അഅലമു അന്ന മുഹമ്മദൻ ലാ യക്ദിബ്. മുഹമ്മദ് നബി നുണ പറയില്ല എന്ന് എനിക്കറിയാമെന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. വലാകിൻ ഖാല ബനൂ ഹാഷിം, ബനൂ ഹാഷിം കുടുംബക്കാർ പറഞ്ഞു, ഫീന സിഖായ, ഞങ്ങളാണ് കഅബാലയത്തിന്റെ സിഖായ പണിയെടുക്കുന്നത്, അവിടുത്തെ ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഫീന റിഫാദ, ഞങ്ങൾക്കാണ് കഅബാലയത്തിന്റെ സേവകന്മാരുടെ റിഫാദ ജോലി ഞങ്ങൾക്കാണ്. അപ്പൊ അവര് പറഞ്ഞു ഫീനൽ ഹിജാബ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഫീനർ റായ, അപ്പൊ അവര് പറഞ്ഞു ഫീനൻ നുബുവ, ഞങ്ങൾക്ക് നബിയുണ്ട്, അന്ത്യ റസൂൽ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. എന്നാൽ ആ പറഞ്ഞ വാക്കിന് മറുപടി പറയാൻ ഞങ്ങളുടെ തറവാട്ടിൽ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് സ്വന്തം നേതൃത്വം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കലിമ ചൊല്ലാൻ മടിച്ചുപോയ അബൂജഹൽ ആധുനിക ലോകത്തെ ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞാൽ വല്ലരും വെട്ടിക്കൊല്ലുമോ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ മുസ്ലിമായാൽ എന്റെ കുടുംബം എന്നെ ഒറ്റപ്പെടുത്തുമോ? ഞാൻ മുസ്ലിമായാൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേക്കുമോ? എന്തു ചെയ്യാൻ? ഈ ദുന്യാവിൽ ഒരു മരണമല്ലാതെ 2 മരണമുണ്ടോ? ഒന്നല്ലേ ഉള്ളൂ.
ആ ഒരു മരണം അല്ലാഹുവിനാണെങ്കിൽ സ്വർഗമല്ലേ സ്വർഗം. സബ്റന്നാല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം വിധിച്ചിരിക്കുന്നുവെന്ന് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദിന് വേണ്ടി നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ബോധ്യപ്പെട്ടാൽ അതിന് വേണ്ടി നിലകൊള്ളണം. നുണ പറയുന്നവരോടുകൂടെ നടക്കരുത്. നുണയും നുണക്കുമേൽ നുണയും പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നടക്കരുത്. കൂനൂ മഅസ്സാദിഖീൻ. സജ്ജനങ്ങളുടെ കൂടെയാണ് നടക്കേണ്ടത്, സത്യം പറയുന്നവരോടുകൂടെ. മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.